സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യൻ 4 വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം, അള്ളാഹു സമ്പത്തും അറിവും ഒരുപോലെ കൊടുക്കുകയും അറിവോടുകൂടി അർഹതപ്പെട്ട രീതിയിൽ സമ്പത്ത് ചിലവഴിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ വിഭാഗം. സമ്പത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അറിവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അറിവ് കൊണ്ട് ആർക്കാണ് സമ്പത്ത് കൊടുക്കേണ്ടത്, എവിടെയാണ് സ്വത്ത് വിനിയോഗിക്കേണ്ടത്, ആ ബോധത്തോടെ വിനിയോഗിക്കാനുള്ള കഴിവും അള്ളാഹു കൊടുത്തു, അതിനുള്ള അവസരവും അള്ളാഹു കൊടുത്തു. ഒന്നാമത്തെ വിഭാഗം അതാണ്. ഈ ഒന്നാമത്തെ വിഭാഗം നമ്മളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ഒന്നാമത്തെ വിഭാഗമാണ് അള്ളാഹുവിന് ഏറ്റവും അധികം സമ്പത്തിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെട്ട വിഭാഗം. ഈ ഒന്നാമത്തെ വിഭാഗം. ഈ ഭാഗത്ത് ഒരു സൗണ്ട് കിട്ടുന്നില്ല കേട്ടോ. ഈ ഭാഗത്ത് ഇതിലുള്ള ഒരു സാധനം എടുത്ത് വെക്ക്. ആകെ 2 ബോക്സിലേ ഉള്ളൂ. 2 ബോക്സിന് തീരെ പോരാ. ഇത് നീക്കാൻ ഈ സൈഡ് കിട്ടൂല. ഇത് നീക്കണ്ട, ഇത് നീക്കാൻ ഈ സൈഡ് കിട്ടൂല. അത് ശരാൻ ഒരുപോലെ കൊടുത്ത വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം. സ്വത്ത് മാത്രമല്ല, ഒരുപാട് വസ്തുവുണ്ട്, ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് പുരയിടങ്ങളുണ്ട്, ശരിക്ക് എപ്പോഴും പോക്കറ്റിൽ നിറച്ച് കാശുണ്ട്. അതോടുകൂടി തന്നെ അള്ളാഹു അതെങ്ങനെ വിനിയോഗിക്കണമെന്ന അറിവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വാസ് വേണം കേട്ടോ, കുറച്ച് വെച്ചാൽ തീരെ കുറച്ച് നമ്മൾ മാത്രം അതും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം, അപ്പൊ ഈ ഒന്നാമത് പറഞ്ഞ വിഭാഗമാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, സമ്പത്ത് അള്ളാഹു പടച്ചതമ്പുരാൻ കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് സ്വത്തൊന്നും അള്ളാഹു കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാം. നേരത്തെ വെച്ചിരുന്ന പോലെ വെച്ചിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ടേ. വീണ്ടും മുഴക്കോ. സമ്പത്ത് അള്ളാഹു പടച്ചതമ്പുരാൻ കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് രണ്ടാമത്തെ വിഭാഗം. ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ മുസ്ലിം ബാധിക്കുന്നവരെ ഉൾപ്പെടുത്താൻ തോന്നും. സേവാദിന് 10 കൊല്ലം കൂടെ ഈ പള്ളി ഇരുന്ന ഇൻഷാ അല്ലാഹ് സമ്പത്തൊക്കെ ഉണ്ടായിക്കൊള്ളു. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സമ്പത്ത് ഇപ്പോൾ എന്നെ ഹുസൈൻ ഫാദിലിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് അഭിമാനത്തോടു കൂടി പറയാണ്, മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തികം അല്ലാഹ് തന്നിട്ടുണ്ട്. ഉണ്ട് അൽഹംദുലില്ലാഹ്. ഇതിന്റെ ജ്യേഷ്ഠനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്നെയും വലിയ ഇഷ്ടമാണ്. ഞാൻ പ്രഭാഷണത്തിന്റെ അവസാനം പണ്ട് ബൈത്ത് പാടി സലാത്തിൽ വരുന്നത്, അന്ന് ശരിക്കും മുറുക്കാൻ ചവയ്ക്കാനാണ് ദാസ്. ഇങ്ങനെ ചവച്ച് 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 ഇങ്ങനെ ഒരു വല്ലാത്തൊരു തലയെക്കെട്ട കെട്ടി ഇങ്ങനെ ആടി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗം എന്ന് പറഞ്ഞാൽ ആ ഉസ്താദിന് വല്ലാത്ത മനസ്സിൻ്റെ അകത്ത് വല്ലാത്തൊരു താല്പര്യമാണ്. പക്ഷേ നമ്മുടെ സാധാരണ ചില പള്ളികളിലൊക്കെയുള്ള 2000-ഉം 3000-ഉം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗങ്ങളുമില്ലാതെ 1-ാം തീയതി ശമ്പളം കിട്ടണമെങ്കിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി, പ്രസിഡന്റ് ചന്തയിൽ നിന്ന് വരുന്നത് വരെ, സെക്രട്ടറി കമ്പോളത്തിൽ നിന്ന് വരുന്നത് വരെ അവിടെ പോയി കാത്തിരുന്ന ശമ്പളം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഒന്നിനും തികയാത്തൊരവസ്ഥയിലേക്ക് എത്തുമെങ്കിലും അള്ളാഹു അതിലൊക്കെ കൊടുത്ത ബറക്കത്ത് കൊണ്ടാണ് പാവപ്പെട്ട ഉസ്താദുമാരും മുഅല്ലിമീങ്ങളും അള്ളാഹുവിന്റെ പള്ളികളിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പണം ചെലവഴിക്കണമെന്ന അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പണം അള്ളാഹു കൊടുത്തിട്ടില്ല. പക്ഷെ അവർക്കൊരാഗ്രഹമുണ്ട്, അള്ളാഹുവേ എനിക്കും നീ പണം തന്നിരുന്നെങ്കിൽ EMS സംഘടിപ്പിക്കുന്ന സാധുക്കളായ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി 10,000-ഉം 50,000 രൂപ പറയുമ്പോൾ അവരെ കാണുമ്പോ മനസ്സിന്റെ അകത്ത് വല്ലാത്ത കൊതി തോന്നുകയാണ്. അള്ളാഹുവേ എനിക്കും നീ സ്വത്ത് തന്നിരുന്നെങ്കിൽ അവര് കൊടുക്കുന്ന പോലെ 10 പവനും 5 പവനും കൊടുക്കാൻ എനിക്കും കൊതിയുണ്ടായിരുന്നു തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ
മനസ്സിന്റെ അകത്തൊരു സങ്കടം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ആഗ്രഹമുണ്ട്, പക്ഷെ സമ്പത്തില്ല. മനസ്സറിഞ്ഞ ആഗ്രഹമാണ്. സമ്പത്തില്ലാത്ത എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കും, എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്മുടെ പള്ളിക്ക് ഒരു ഔള് കെട്ടിക്കൊടുത്തന്നെ. കിട്ടുമ്പോ അറിയാം തിരിഞ്ഞിക്കത്തില്ല അവർ. കിട്ടുമ്പോ പിന്നെ വാപ്പയാന്നറിയില്ല, ഉമ്മയാന്നറിയില്ല. കൂട്ടുകാരൻ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ പറയും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു പിന്നെ മുഖത്തോട് മുഖം നോക്കാൻ നേരം കിട്ടും. കാരണം പോക്കറ്റ് പൊങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ട് മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹം, എനിക്ക് അള്ളാഹു സ്വത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു എന്ന ഉറച്ച ഒരു ചിന്ത മനസ്സിലുള്ളവരാണ് രണ്ടാമത്തെ. ഈ രണ്ടാമത്തെ വിഭാഗത്തെ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ വിഭാഗത്തിന്റെ കൂടെയാണ്. ഏറ്റവും ശ്രേഷ്ഠവാന്മാരുടെ കൂട്ടത്തിലാണ്. മൂന്നാമത്തെ വിഭാഗമോ അള്ളാഹു അറിവ് കൊടുത്തിട്ടില്ല, സമ്പത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എവിടെ അങ്ങനെ ചിലവഴിക്കണമെന്നറിയില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തോ ഒരു കച്ചവടം നടന്നു. പെട്ടെന്നൊന്ന് ഗൾഫിൽ പോയി മടങ്ങി വന്ന ധാരാളം കാശുണ്ടായി. പിന്നെ ഓച്ചിറയുടെ മുന്നിൽ വില കൂടിയ വാഹനത്തിന്റെ അകത്ത് AC ഓണാക്കി ഗ്ലാസ് ഇട്ടുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാതെ പോകുമ്പോ ഒരുപാട് പണമുണ്ട്, പക്ഷേ അതെങ്ങനെ ചിലവഴിക്കണമെന്ന് അവനറിയില്ല. ഒരുപാട് സ്വത്തുണ്ട്, എങ്ങനെ ചിലവഴിക്കണമെന്ന് അവനറിയില്ല. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. എവനിങ്ങനെ കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും, കൂട്ടുകാർ പറയടാ നമുക്കൊരു പടത്തിന് പോയാലോ കരുനാഗപ്പള്ളിയിൽ, ശരി എന്നാ വണ്ടിയാണെന്നും പറഞ്ഞ് അവന്റെ ചെലവിൽ തന്നെ പോകുന്നു. ഒരു വീട് പിന്നെ ഒരു വീട് പാല് കാച്ചില്ലെന്ന് രാത്രി ടെറസിന്റെ മുകളിൽ കയറി കുപ്പിയെടുക്കുന്നു, കുടിക്കുന്നു. എല്ലാം എവന്റെ ചെലവില. പണമല്ല ശരിക്കു കൊടുത്തിട്ടുണ്ട്, എന്തിന് ചിലവഴിക്കണം എന്ന് ഇവൻ അറിയില്ല. ഇവനെ അള്ളാഹു ഏറ്റവും അധികം വെറുക്കുന്നതാണ്. നാലാമത്തെ വിഭാഗമാരാണ്? അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല, അള്ളാഹു അറിവും കൊടുത്തിട്ടില്ല. അറിവുമില്ല, സ്വത്തുമില്ല, പക്ഷെ അവന്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്നറിയോ? പണം കിട്ടിയിരുന്നെങ്കിൽ അവനെ പോലെ 5-6 പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കായംകുളത്ത് റൂമൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കാൻ. അവന്റെ ആഗ്രഹം അതാ. അവന് വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല, എന്നാലും കാശുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊന്നെടുത്ത് മറിക്കാരെന്ന് പറയും. അടിപൊളിയായിട്ട് 2-3 പെണ്ണൊക്കെ കെട്ടി ഒരു വലിയ വള്ളിയൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് നടക്കാമായിരുന്നു എന്നൊരു ചിന്തയാണ് അവനുള്ളത്. മൂന്നാമത്തെ വിഭാഗത്തെ അള്ളാഹു വെറുക്കുന്നത് പോലെ നാലാമത്തെ വിഭാഗത്തെയും അള്ളാഹു ഇതുപോലെ വെറുക്കുന്നതാണ്. ഇതിലൊന്നെങ്കിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടണം. സമ്പത്ത് അള്ളാഹു തരണം, അറിവും അള്ളാഹു തരണം. എവിടേക്കാണ് ചിലവഴിക്കേണ്ടതെന്ന ബോധം നമുക്ക് വേണം, അതിനുള്ള സ്വത്ത് നമുക്ക് വേണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട എത്തിയൻകുട്ടിയുടെ കല്യാണം, ശരി എന്റെ കയ്യിൽ ഒരു 5000 രൂപ ഉണ്ട്, ബിസ്മില്ല എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ, ആരെയും കാണിക്കാനും പേരിനും പെരുമയ്ക്കുമല്ല, നിറഞ്ഞ മനസ്സോടെ എടുത്തു കൊടുക്കാൻ അവന് തോന്നണം. അതിന് അറിവ് വേണം, സ്വത്തും വേണം. ഒന്നെങ്കിൽ ഈ വിഭാഗത്തിൽ പെടണം. ആ വിഭാഗത്തിൽ പെടാൻ നിങ്ങൾ ആരും സമ്മതിക്കൂല. കാരണം നിങ്ങൾ ഇപ്പോഴും പറയുന്നത് നമുക്കൊക്കെ എന്ത് കാശാ ഉസ്താദേ, കാശൊക്കെ ഷാനവാസിനല്ലേ. കാരണം എന്താ? അവന്റെ കയ്യിൽ കിടക്കുന്നത് റാഡോടെ വാച്ച. 20 രൂപയ്ക്കുള്ളതാണോ 20,000 രൂപയ്ക്കുള്ളതാണോ എന്ന് അള്ളാഹു വേണം. 20 രൂപ കൊടുത്താലും ഭീമാപ്പള്ളി പോയാൽ കിട്ടും റാഡോടെ വാച്ച്. സ്വർണം തന്നെയാണ്, ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അങ്ങനെ പറയും, നമ്മൾ ആരും പണക്കാരില്ല എന്ന് പറയുള്ളൂ. എത്ര കാശുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് എന്താ? ഞാനൊരു പാവപ്പെട്ടവന്, പിന്നെ ഞാൻ 10-100 വല്ലപ്പോഴും പള്ളിയിൽ കൊടുക്കുന്നു എന്നതല്ലാതെ എനിക്ക് കാശില്ല എന്നാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടൂല. ഉൾപ്പെട്ടാലും നമ്മൾ അതിലെല്ലാം എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും പെടണം. അള്ളാഹു പടച്ച തമ്പുരാ സ്വത്ത് കൊടുത്തിട്ടില്ല, അറിവ് മാത്രമാണ് കൊടുത്തത്. എവിടെയാണ് പണം ചെലവഴിക്കേണ്ടതെന്നവനറിയാം, ആർക്കാണ് പണം കൊടുക്കേണ്ടതെന്നവനറിയാം, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടതെന്നവനറിയാം. അതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊണ്ട് വേണം നമുക്ക് പിരിയാൻ. നിങ്ങൾക്കറിയുമല്ലോ അള്ളാഹുവിന്റെ പരലോകം, ഭൗതികമായ ലോകത്ത് മനുഷ്യന് വേണ്ടി അള്ളാഹു പടച്ച തമ്പുരാൻ എല്ലാവിധ ചോദ്യങ്ങളും നടത്തപ്പെടുന്ന ആഖിറലോകമുണ്ടല്ലോ. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ചലിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ. ഒരു കാൽപ്പാദം പോലും മുമ്പോട്ട് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ച
പടച്ചറബിന്റെ കോടതി കിടന്ന് വല്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ തസൂലു ഖദമാ ഇബ്നു അബ്ദി, ഒരു അടിമയുടെ കാൽപാദം അല്ലാഹു ചലിപ്പിക്കുകയില്ല ഹത്താ യുസ്അല അൻ അർബഇ, 4 കാര്യങ്ങളെ കുറിച്ച് അവനോട് ചോദിക്കുന്നത് വരെ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് വരെ. എന്റെ എംഎസിന്റെ പരിപാടിക്ക് വേണ്ടി നിറഞ്ഞു കവിഞ്ഞ പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മരങ്ങന്മാരെ, നമ്മുടെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല. 4 കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുന്നത് വരെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ കഴിയില്ല. ഒന്ന്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും. എന്തിനാണ് ആരോഗ്യം ചെലവഴിച്ചത്? യുവാക്കളായ നിങ്ങളോടാണ് അത് ചോദ്യം. വയസ്സായവർ വിചാരിക്കും നമ്മളോട് അങ്ങനെ ചോദിക്കില്ല, നമുക്ക് ആരോഗ്യം ഇല്ലല്ലോ. ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെ ആയപ്പോ. ഇന്ന് പള്ളിയിൽ പോണ ചെറുപ്പക്കാരെ നിങ്ങൾ ചേരി തിരിച്ചുകൊണ്ട് കളിയാക്കുമെങ്കിൽ വയസ്സാകുമ്പോൾ എന്തെങ്കിലും ജോലി വേണ്ടേ? പള്ളിയിൽ നടയിൽ വന്നിരുന്നുകൊണ്ട് മുറുക്കാനെ നിന്നുകൊണ്ട് മറ്റവൻ ആ പാർട്ടിയില്ല, ഇവൻ ഈ പാർട്ടിയില്ല, അതുകൊണ്ട് അവൻ പള്ളിയിൽ കയറി എന്ന് പറഞ്ഞ് കളിയാക്കും. പണ്ട് ഉപ്പാപ്പ ഒരു പള്ളിയില്ലായിരുന്നു, തിരിഞ്ഞു നോക്കാതെ പോണ പെണ്ണിന്റെ വെക്കുന്ന ഓട്ട വിളിച്ചു പോയി നോക്കി ഉപ്പാപ്പ. എന്നാലും ഇന്നിപ്പോ ചെറുപ്പക്കാരെ കണ്ടുവിടാതെ അള്ളാഹു ഈ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള പവർ അള്ളാഹു കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ.